SSC, RRB, PSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂലൈ 17-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം-1 ദൗത്യത്തിന്റെ പേര് ആഗമൻ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപണം. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് ആണ് റോക്കറ്റ് രൂപകൽപ്പന ചെയ്തത്. പാമ്പുകടിയേറ്റാൽ ശരീരത്തിലെത്തിയ വിഷത്തിന്റെ അളവ് നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ബയോസെൻസർ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത സ്ഥാപനങ്ങൾ സീമെറ്റും കേരള ബയോ സ്റ്റാർട്ടപ്പ് കമ്പനിയും. പാമ്പുകടിയേറ്റാൽ ശരീരത്തിലെത്തിയ വിഷത്തിന്റെ അളവ് നിർണ്ണയിച്ച് മറുമരുന്നായ ആന്റിവെനം ആവശ്യമായ അളവിൽ നൽകാൻ സഹായിക്കുന്ന ബയോസെൻസർ തയ്യാറായി തൃശൂരിലെ സെന്റർ ഫോർ മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക്സ് ടെക്നോളജിയും തിരുവനന്തപുരത്തെ കേരള ബയോ എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയും ചേർന്നാണ് സെൻസർ വികസിപ്പിച്ചത്. കേരളത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ എണ്ണം 6. തമിഴ്നാട്ടിലെ 3ഉം കേരളത്തിലെ 6ഉം ഉൾപ്പെടെ രാജ്യത്തെ 75 അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷനുകളായി വികസിപ്പിച്ച പാലക്കാട് ഡിവിഷനിലെ തിരൂർ, തലശ്ശേരി, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകളും തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ ചാലക്കുടി, അങ്കമാലി എന്നീ റെയിൽവേ സ്റ്റേഷനുകളുമാണ് കേരളത്തിൽ നിന്നുള്ളത്. ചെന്നൈ റെയിൽവേ ഡിവിഷനിൽ ചെന്നൈ പാർക്ക്, സേലം ഡിവിഷനിൽ ചിന്നസേലം, കൂനൂർ എന്നീ സ്റ്റേഷനുകളാണ് ഉള്ളത്. സംസ്ഥാനത്തെ രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ വാർത്തകളിൽ വീണ്ടും ഇടം പിടിച്ച ആണവ പദ്ധതി ചീമേനി ആണവ പദ്ധതി. കേരളത്തിൽ ആണവ നിലയത്തിനായി നേരത്തെ കണ്ടെത്തിയിരുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് കാസർഗോഡ് ജില്ലയിലെ ചീമേനി. തൃശൂർ ജില്ലയിലെ അതിരപ്പിള്ളിയാണ് മറ്റൊന്ന്. ഇന്ത്യയിലെ സെമി കണ്ടക്ടർ ഡിസൈൻ നിർമ്മാണ മേഖലയുടെ വികസനം ലക്ഷ്യമിടുന്ന കേന്ദ്ര പദ്ധതി സെമികോൺ 2.0. ചിപ്പ് രൂപകൽപ്പനയുടെ പ്രാരംഭഘട്ടത്തിന്റെ ചുവട് പിടിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സെമികോൺ 1-ൽ 1.6 ലക്ഷം കോടിയിലധികം രൂപയുടെ സഞ്ചിത നിക്ഷേപമുള്ള 12 നിർമ്മാണ യൂണിറ്റുകൾക്ക് അനുമതി നൽകിയിരുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ റബ്ബർ കൃഷി വ്യാപിപ്പിക്കുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതി ഇൻറോഡ്, ഇന്ത്യൻ നാച്ചുറൽ റബ്ബർ ഓപ്പറേഷൻസ് ഫോർ അസിസ്റ്റഡ് ഡെവലപ്മെന്റ്. പദ്ധതിയിലൂടെ 5 വർഷത്തിനിടയിൽ 1,79,376 ഹെക്ടർ സ്ഥലത്ത് സ്വാഭാവിക റബ്ബർ തോട്ടങ്ങൾ വിജയകരമായി വെച്ചുപിടിപ്പിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകളുടെ സുരക്ഷയ്ക്കായി ഇന്ത്യ ആരംഭിച്ച നിരീക്ഷണ സംവിധാനം സീഫറർ ഫസ്റ്റ്. ഇന്ത്യൻ നാവികരുടെ സുരക്ഷ മുൻനിർത്തി കേന്ദ്ര തുറമുഖ, ഷിപ്പിംഗ്, ജലപാത മന്ത്രാലയവും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷനും ഇന്ത്യൻ നാവികസേനയും സംയുക്തമായാണ് ഈ ദൗത്യം നടപ്പിലാക്കുന്നത്. പ്രതിസന്ധിയിലായ കുടുംബശ്രീ സംരംഭങ്ങൾക്ക് കൈത്താങ്ങാകാനും അവയെ ലാഭകരമാക്കാനും ലക്ഷ്യമിട്ട് ആരംഭിച്ച പുതിയ ക്യാമ്പയിൻ പുനർജ്വാല. കടക്കെണിയിലും പ്രതിസന്ധിയിലും പെട്ട് കുടുംബശ്രീ സംരംഭങ്ങൾ പൂട്ടുന്നത് ഒഴിവാക്കുവാനും അവയ്ക്ക് ആവശ്യമായ പിന്തുണ നൽകി മികച്ച ബിസിനസ്സുകളാക്കി മാറ്റാനും കുടുംബശ്രീ മിഷൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണിത്. 2028-29 കാലയളവിലെ UN രക്ഷാസമിതി താൽക്കാലിക അംഗത്വത്തിനായി ഇന്ത്യ ആരംഭിച്ച ക്യാമ്പയിൻ ശാന്തി, സെക്യൂറിംഗ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെന്റ് ത്രൂ നോംസ്, ട്രസ്റ്റ് ആൻഡ് ഇന്റഗ്രിറ്റി. സമാധാനം, ഭൂമി, പുരോഗതി എന്ന സന്ദേശമാണ് ഇന്ത്യയുടെ പ്രചാരണ മുദ്രാവാക്യം. 2027 ജൂണിലാണ് 2028-29 കാലയളവിലേക്കുള്ള താൽക്കാലിക അംഗങ്ങളെ തിരഞ്ഞെടുക്കുവാനുള്ള വോട്ടെടുപ്പ് നടക്കുക. ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സിനായി ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.